ഹായ് ഫ്രണ്ട്സ്, ഇന്നിവിടെ ഡിസ്കസ് ചെയ്യുന്നത് PSC സാധാരണ ചോദിക്കുന്ന തിരഞ്ഞെടുത്ത ചോദ്യങ്ങളാണ്. ഇന്ന് ഈ വീഡിയോയിൽ 50 ചോദ്യങ്ങളാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. തീർച്ചയായും നിങ്ങൾക്ക് ഈ വീഡിയോ പ്രയോജനപ്പെടും. എല്ലാ ചോദ്യങ്ങളും അറ്റൻഡ് ചെയ്യാൻ ശ്രമിക്കണം. നിങ്ങൾ ഞങ്ങളുടെ വീഡിയോ ആദ്യമായി കാണുകയാണെങ്കിൽ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ആദ്യത്തെ ചോദ്യം, ആരോഗ്യമുള്ള കണ്ണുകൾക്ക് വ്യക്തമായ കാഴ്ചയ്ക്കുള്ള കുറഞ്ഞ ദൂരം എത്ര? 25 സെന്റിമീറ്റർ. അകലെയുള്ള വസ്തുക്കളെ വ്യക്തമായി കാണാമെങ്കിലും അടുത്തുള്ള വസ്തുക്കളെ കാണാൻ കഴിയാതെ വരുന്ന കണ്ണിന്റെ വൈകല്യം, ദീർഘദൃഷ്ടി. വാതക LPGയുടെ വികസിക്കാനുള്ള കഴിവ് ദ്രാവക LPGയേക്കാൾ എത്ര മടങ്ങാണ്? 250 മടങ്ങ്. ഹ്രസ്വദൃഷ്ടി പരിഹരിക്കാൻ ഉപയോഗിക്കുന്ന ലെൻസ്. ഹ്രസ്വദൃഷ്ടി പരിഹരിക്കാൻ ഉപയോഗിക്കുന്ന ലെൻസ്, കോൺകേവ് ലെൻസ്. പുനഃസ്ഥാപിക്കാൻ കഴിയാത്ത ഊർജ സ്രോതസ്സുകൾക്ക് ഉദാഹരണം അല്ലാത്തത് ഏത്? ജിയോ തെർമൽ. രോഗം ഏതെന്ന് കണ്ടെത്തുക. നേത്രഗോളത്തിന് വലുപ്പം കൂടുക, ലെൻസിന് പവർ വളരെ കൂടുതലായിരിക്കും. രോഗം ഹ്രസ്വദൃഷ്ടി. വാഹനങ്ങളിലെ ടൈൽ ലാമ്പുകളിലും സിഗ്നൽ ലാമ്പുകളിലും ഉള്ള നിറം ഏത്? കാരണം എന്ത്? ചുവപ്പ്. തരംഗ ദൈർഘ്യം കൂടുതൽ. വെള്ളെഴുത്ത് പരിഹരിക്കാൻ ഉപയോഗിക്കുന്ന ലെൻസ് ഏത്? വെള്ളെഴുത്ത് പരിഹരിക്കാൻ ഉപയോഗിക്കുന്ന ലെൻസ് കോൺവെക്സ് ലെൻസ്. ഒരു ദൃശ്യാനുഭവം നമ്മുടെ നെറ്റിയിൽ 1/16 സെക്കൻഡ് സമയത്തേക്ക് തങ്ങി നിൽക്കുന്ന പ്രതിഭാസം, വീക്ഷണ സ്ഥിരത. ഒന്നിൽ കൂടുതൽ വർണ്ണങ്ങൾ സംയോജിച്ചുണ്ടാകുന്ന പ്രകാശം. ഒന്നിൽ കൂടുതൽ വർണ്ണങ്ങൾ സംയോജിച്ചുണ്ടാകുന്ന പ്രകാശം, സമുന്നത പ്രകാശം. കണ്ണിന്റെ വീക്ഷണ സ്ഥിരത. കണ്ണിന്റെ വീക്ഷണ സ്ഥിരത 0.0625 സെക്കൻഡ്. സമന്വിത പ്രകാശം ഘടകവർണ്ണങ്ങളായി വേർതിരിയുന്ന പ്രതിഭാസം, പ്രകീർണനം. മഴവില്ലിന് കാരണമാകുന്ന പ്രതിഭാസം ഏത്? മഴവില്ലിന് കാരണമാകുന്ന പ്രതിഭാസം ഏത്? പ്രകീർണനം. മഴവില്ലിന്റെ അകംവശത്ത് കാണപ്പെടുന്ന വർണ്ണം. മഴവില്ലിന്റെ അകംവശത്ത് കാണപ്പെടുന്ന വർണ്ണം വയലറ്റ്. സൂര്യപ്രകാശത്തിൽ സപ്തവർണ്ണങ്ങൾ ഉണ്ടെന്ന് കണ്ടുപിടിച്ച ശാസ്ത്രജ്ഞൻ. സൂര്യപ്രകാശത്തിൽ സപ്തവർണ്ണങ്ങൾ ഉണ്ടെന്ന് കണ്ടുപിടിച്ച ശാസ്ത്രജ്ഞൻ ഐസക് ന്യൂട്ടൺ. കടലിന്റെ നീലനിറം ആദ്യമായി വിശദീകരിച്ച ശാസ്ത്രജ്ഞൻ. കടലിന്റെ നീലനിറം ആദ്യമായി വിശദീകരിച്ച ശാസ്ത്രജ്ഞൻ CV രാമൻ. സൂര്യപ്രകാശത്തെ നേരിട്ട് വൈദ്യുതിയാക്കി മാറ്റുന്ന സാങ്കേതിക വിദ്യ അറിയപ്പെടുന്നത് ഫോട്ടോ വോൾട്ടായിക്. വായുവിൽ ശബ്ദത്തിന്റെ വേഗത എത്രയാണ്? വായുവിൽ ശബ്ദത്തിന്റെ വേഗത എത്രയാണ്? 340 മീറ്റർ/സെക്കൻഡ്. മനുഷ്യന്റെ ശ്രവണപരിധി എത്രയാണ്? മനുഷ്യന്റെ ശ്രവണപരിധി എത്രയാണ്? 20 ഹെർട്സ് മുതൽ 20,000 ഹെർട്സ് വരെ. മനുഷ്യന്റെ ശ്രവണ സ്ഥിരത. മനുഷ്യന്റെ ശ്രവണ സ്ഥിരത 1/10 സെക്കൻഡ്. ശബ്ദം വിവിധ വസ്തുക്കളിൽ തട്ടി ആവർത്തിച്ചുണ്ടാകുന്ന പ്രതിഫലനം. ശബ്ദം വിവിധ വസ്തുക്കളിൽ തട്ടി ആവർത്തിച്ചുണ്ടാകുന്ന പ്രതിഫലനം അനുരണനം. ഇടിമിന്നൽ ഉണ്ടാകുമ്പോൾ ജനൽ കമ്പികൾ വിറകൊള്ളുന്നത് കാരണമാകുന്ന ശബ്ദ പ്രതിഭാസം, അനുനാദം. താപം ഒരു ഊർജമാണെന്ന് കണ്ടെത്തിയത് ആര്? താപം ഒരു ഊർജമാണെന്ന് കണ്ടെത്തിയത് ആര്? ജെയിംസ് പ്രെസ്കോട്ട് ജൂൾ.
ജലത്തിന്റെ വിശിഷ്ട താപധാരിത. ജലത്തിന്റെ വിശിഷ്ട താപധാരിത 4200 J/kg K. കാർബൺ 14 എന്ന ഐസോട്ടോപ്പ് ഉപയോഗിച്ച് കാലപ്പഴക്കം നിർണ്ണയിക്കുന്ന രീതിയുടെ സാങ്കേതിക നാമം എന്ത്? കാർബൺ ഡേറ്റിംഗ്. DNA ഘടന കണ്ടെത്തിയ ശാസ്ത്രജ്ഞർ ആരെല്ലാം? DNA ഘടന കണ്ടെത്തിയത് ജെയിംസ് വാട്സൺ, ഫ്രാൻസിസ് ക്രിക്ക്. പോസിറ്റീവ് ചാർജുള്ള ഇലക്ട്രോഡിന്റെ പേര്. പോസിറ്റീവ് ചാർജുള്ള ഇലക്ട്രോഡിന്റെ പേര് ആനോഡ്. ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷന്റെ ഫലമായി ഒരു വസ്തുവിൽ നിന്ന് ഇലക്ട്രോണുകൾ ഉത്സർജിക്കുന്ന പ്രതിഭാസം ഫോട്ടോ ഇലക്ട്രിക് ഇഫക്റ്റ്. റേഡിയോ ആക്ടിവിറ്റി കണ്ടെത്തിയത് ആര്? റേഡിയോ ആക്ടിവിറ്റി കണ്ടെത്തിയത് ഹെൻറി ബെക്വൽ. ക്വാണ്ടം സിദ്ധാന്തം ആവിഷ്കരിച്ച ജർമ്മൻ ഭൗതിക ശാസ്ത്രജ്ഞൻ മാക്സ് പ്ലാങ്ക്. ഒരു നാനോ സെക്കൻഡിൽ പ്രകാശം സഞ്ചരിക്കുന്ന ദൂരം. ഒരു നാനോ സെക്കൻഡിൽ പ്രകാശം സഞ്ചരിക്കുന്ന ദൂരം 1 അടി. ഒരു വസ്തുവിന്റെ പിണ്ഡത്തെ അതിന്റെ വ്യാപ്തം കൊണ്ട് ഹരിച്ചാൽ കിട്ടുന്നത് എന്ത്? ഒരു വസ്തുവിന്റെ പിണ്ഡത്തെ അതിന്റെ വ്യാപ്തം കൊണ്ട് ഹരിച്ചാൽ സാന്ദ്രത കിട്ടും. ന്യൂട്ടൺ മീറ്റർ എന്തിന്റെ യൂണിറ്റാണ്? ന്യൂട്ടൺ മീറ്റർ എന്തിന്റെ യൂണിറ്റാണ്? ഊർജത്തിന്റെ. ആൽക്കെമിയിൽ നിന്ന് രാസത്തിനെ വേർതിരിച്ച ഈ ശാസ്ത്രജ്ഞനാണ് ആധുനിക രസതന്ത്രത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് റോബർട്ട് ബ്രോയൽ. പ്രപഞ്ചത്തിന്റെ ദ്രവ്യം ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന അവസ്ഥ പ്ലാസ്മ. ദ്രവ്യത്തിന്റെ കണ്ടുപിടിക്കപ്പെട്ടിട്ടുള്ള അവസ്ഥകൾ 7. ദ്രവ്യത്തിന്റെ 7ാമത്തെ അവസ്ഥ സൂപ്പർ കൂൾഡ് ഫെർമി ഗ്യാസ്. സൂര്യനിലും നക്ഷത്രങ്ങളിലും ദ്രവ്യം കാണപ്പെടുന്ന അവസ്ഥ പ്ലാസ്മ. ദ്രവ്യത്തിന്റെ 5ാമത്തെ അവസ്ഥ ബോസ്-ഐൻസ്റ്റീൻ കണ്ടൻസേറ്റ്. ദ്രവ്യത്തിന്റെ 4ാമത്തെ അവസ്ഥ. ദ്രവ്യത്തിന്റെ 4ാമത്തെ അവസ്ഥ പ്ലാസ്മ. എല്ലാ പദാർത്ഥങ്ങളിലും കാണപ്പെടുന്ന അടിസ്ഥാന പ്രാഥമിക കണം. എല്ലാ പദാർത്ഥങ്ങളിലും കാണപ്പെടുന്ന അടിസ്ഥാന പ്രാഥമിക കണം ക്വാർക്ക്. തന്മാത്രകൾ ഏറ്റവും ക്രമരഹിതമായി കാണപ്പെടുന്ന അവസ്ഥ. തന്മാത്രകൾ ഏറ്റവും ക്രമരഹിതമായി കാണപ്പെടുന്ന അവസ്ഥ പ്ലാസ്മ. ദ്രവ്യത്തിന്റെ 6ാമത്തെ അവസ്ഥ. ദ്രവ്യത്തിന്റെ 6ാമത്തെ അവസ്ഥ ഫെർമിയോണിക് കണ്ടൻസേറ്റ്. ദ്രവ്യത്തിന് പിണ്ഡം നൽകുന്ന കണം. ദ്രവ്യത്തിന് പിണ്ഡം നൽകുന്ന കണം ഹിഗ്സ് ബോസോൺ. മഴവില്ല് രൂപപ്പെടുമ്പോൾ സൂര്യൻ ഏത് ദിശയിലായിരിക്കും? മഴവില്ല് രൂപപ്പെടുമ്പോൾ സൂര്യൻ ഏത് ദിശയിലായിരിക്കും? എതിർ ദിശയിൽ. മഴവില്ലിന് ഏറ്റവും പുറമേ കാണപ്പെടുന്ന നിറം ഏത്? അതിൻ്റെ കോണളവ് എത്ര? ചുവപ്പ് 42.7 ഡിഗ്രി. അപവർത്തനാങ്കം കൂടിയ പദാർത്ഥം. അപവർത്തനാങ്കം കൂടിയ പദാർത്ഥം വജ്രം. പ്രകാശവേഗതയുടെ ക്രമം. പ്രകാശവേഗതയുടെ ക്രമം ശൂന്യത, വായു, ജലം, ഗ്ലാസ്, വജ്രം.
കൂട്ടത്തിൽപ്പെടാത്തത് ഏതെന്ന് തിരിച്ചറിയുക. കൂട്ടത്തിൽപ്പെടാത്തത് ഏത് എന്ന് തിരിച്ചറിയുക. മഞ്ഞ. ന്യൂട്ടന്റെ വർണ്ണപമ്പരം വേഗത്തിൽ കറങ്ങുമ്പോൾ കാണുന്ന നിറം. ന്യൂട്ടന്റെ വർണ്ണപമ്പരം വേഗത്തിൽ കറങ്ങുമ്പോൾ കാണുന്ന നിറം വെള്ള.